കേരള കോൺഗ്രസ് എമ്മിന്റെ UDF പ്രവേശനത്തിൽ മുന്നണി കൺവീനറുടെ നിലപാട് തള്ളി കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ്. കേരള കോൺഗ്രസ് എം ഇപ്പോൾ UDFിലേക്ക് വരേണ്ട ആവശ്യമില്ലെന്ന് മോൻസ് ജോസഫ് MLA പറഞ്ഞു. UDF കൺവീനർ ക്ഷണിച്ചത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ നിലപാടെന്നും മോൻസ് ജോസഫ്. കേരള കോൺഗ്രസ് എം അവിടെ ഇനി LDF തുടരാൻ ആഗ്രഹിക്കുന്നില്ല, അവർ UDFിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു എന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അവർ പറയട്ടെ. അവർ പറഞ്ഞാൽ UDF ചർച്ച ചെയ്യും. ഞങ്ങൾ അതിനകത്ത് ഇപ്പോൾ ഒരു ഗുണത്തിനോ ദോഷത്തിനോ ഇപ്പോൾ ഇല്ല. UDF ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഞങ്ങളിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. കൺവീനർക്ക് UDF കൺവീനർ എന്ന നിലയിൽ അദ്ദേഹത്തിന് വ്യക്തിപരമായി പറയാൻ സ്വാതന്ത്ര്യമുണ്ടല്ലോ. ആ സ്വാതന്ത്ര്യത്തിൽ അദ്ദേഹം പറഞ്ഞതായിരിക്കും അത്. പക്ഷേ അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് എന്നതിൽ സംശയമില്ല. കേരള കോൺഗ്രസ് യോജിപ്പിനെ കുറിച്ച് UDF ഒരു ഘട്ടത്തിലും ചർച്ച ചെയ്തിട്ടില്ല. ടോബി ജോൺസൺ ഇപ്പോൾ വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ചേരുന്നുണ്ട്. ടോബി, എന്താണ് ജോസഫ് വിഭാഗത്തിന്റെ നിലപാട്? ഉന്മേഷ്, കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് വേണമെങ്കിൽ നമുക്ക് കൃത്യമായി പറഞ്ഞാൽ പുതിയ UDF കൺവീനർ വന്നതിന് ശേഷം അദ്ദേഹം കൃത്യമായി കേരള കോൺഗ്രസിനെ സ്വാഗതം ചെയ്യുന്നുണ്ടായിരുന്നു. അതിലേറ്റവും ഒടുവിൽ അദ്ദേഹം ഒരു ചർച്ച പോലും നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം തുറന്നു പറഞ്ഞു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളൊരു ചോദ്യം നമ്മൾ ചോദിച്ചത്. എന്തായാലും ജോസഫ് വിഭാഗത്തിന് ജോസ് കെ മാണി വിഭാഗത്തെ മടക്കിക്കൊണ്ടുവരുന്നതിൽ അത്ര താല്പര്യമില്ല. നമുക്കറിയാവുന്നത് പോലെ തന്നെ നേരത്തെ ഇത്തരം ചർച്ചകൾ വരുമ്പോൾ അവരവരുടെ നിലപാട് പറഞ്ഞിരുന്നു. കാരണം UDFിൽ നിന്ന് പോയവരാണ്, അവരെ മടക്കി കൊണ്ടുവരേണ്ട ആവശ്യമില്ല. നിലവിൽ മധ്യ കേരളത്തിലടക്കം ശക്തി തെളിയിച്ചിട്ടുണ്ട്. ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ UDFിന് മികച്ച വിജയം നേടാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ജോസ് കെ മാണി വിഭാഗത്തെ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യം തന്നെയാണ് അവർ ഇപ്പോഴും ചോദിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി, അവർക്ക് വരണമെങ്കിൽ, അതായത് ജോസ് കെ മാണി വിഭാഗത്തിന് UDFിലേക്ക് വരണമെങ്കിൽ അവരാണത് പറയേണ്ടത്. അല്ലാതെ ഇപ്പോൾ ഒരു നിലപാട് UDF എന്തായാലും പറയുന്നില്ല. അങ്ങനെ ഒരു വിഷയം പോലും ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് മോൻസ് ജോസഫ് പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ UDF കൺവീനറിന്റെ നിലപാട് പൂർണ്ണമായും തള്ളുകയാണ്. അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ നിലപാടാണ്. അതിനപ്പുറത്തേക്ക് മുന്നണിയിൽ ഇത്തരത്തിലുള്ള ഒരു ചർച്ച വന്നിട്ടില്ല. അങ്ങനെ ഒരു തരത്തിലുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടില്ലെന്നുമാണ് മോൻസ് ജോസഫ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഉന്മേഷ്, ശരി. ടോബി ജോൺസൺ ആണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.